ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനം രക്ഷയുടെ അൾത്താര എന്ന വിചിന്തനം നാം തുടരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ നഷ്ടമാക്കാതെ നമ്മൾ അതിൻ്റെ ഫലമെടുക്കുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരെയും അതിൻ്റെ ഫലമെടുപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. നാം വിചിന്തനം ചെയ്യുന്നത് പീഡനം, മതപീഡനമായിരിക്കാം, വിശ്വാസികൾക്ക് ലഭിക്കുന്ന വ്യക്തിപരമായിട്ട് കിട്ടുന്ന പീഡനമായിരിക്കാം. പീഡനം നമ്മെ തളർത്തുമോ അതോ വളർത്തുമോ? പലരുടെയും മനസ്സിലിരിക്കുന്ന ഒരു കാര്യം, പീഡനം നമ്മെ തളർത്തിക്കളയും, സഹനം നമ്മെ തളർത്തിക്കളയും. പറയുണ്ട്, അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവർക്കും സഹനം അനുവദിക്കുന്നത്? അതെല്ലാം കാരണം അവർ ഉള്ള പ്രാർത്ഥനയെ നിർത്തി വിശ്വാസവും കളഞ്ഞു പോകില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഒരു സ്ത്രീയുടെ സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. അവർ ഗർഭിണിയായി ഗർഭസ്ഥ ശിശുവിൻ്റെ സ്കാനിങ് നടന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യം, ഈ കുഞ്ഞിന് വൈകല്യങ്ങളുണ്ട്. പറയുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അബോർഷൻ നടത്താം. ഭാര്യയും ഭർത്താവും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് നോ ടു അബോർഷൻ. അവർ പറഞ്ഞത്, കൊച്ചുണ്ടാകുമ്പം ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ ആ കൊച്ചിനെ വളർത്തിക്കോളാം, ജീവനില്ലെങ്കിൽ ഞങ്ങൾ ആ കൊച്ചിനെ കുഴിച്ചിട്ടോളാം. പക്ഷേ ഗർഭപാത്രത്തിൽ വെച്ച് അബോർഷൻ നടത്തുന്ന കാര്യം അത് പറയണ്ട. അതുകൊണ്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. ഡോക്ടർമാർ പറഞ്ഞതുപോലെ ചില വൈകല്യങ്ങൾ ആ കുഞ്ഞിനുണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യം, അങ്ങനെ ചില കാര്യങ്ങളുണ്ടെങ്കിലും ഇവളുണ്ടായതിനു ശേഷം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ അനുഗ്രഹങ്ങൾ എണ്ണിയാലും തീരില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്, ഞങ്ങളുടെ കുടുംബത്തിന് തന്നത്. ഒരു സഹനം എടുക്കേണ്ടതുപോലെ എടുക്കാൻ തയ്യാറായപ്പോൾ, ത്യാഗമനുഷ്ഠിക്കാൻ തയ്യാറായപ്പോൾ ആ ദമ്പതിമാർക്ക് ദൈവം നൽകിയ അനുഗ്രഹം ചെറുതാണോ? ഇവിടെ നോക്കുകയാണെങ്കിൽ സാധിക്കും, മതപീഡനമാണെങ്കിലും വിശ്വാസത്തെ പ്രതി നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണെങ്കിലും അത് സന്തോഷത്തോടെ എടുക്കാൻ നമ്മൾ തയ്യാറായാൽ അതിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ തിരിച്ചറിയാം. ഇനി മുമ്പോട്ട് നമ്മൾ രക്തസാക്ഷികളായ പലരെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും. അപ്പസ്തോലന്മാർ ആരും തന്നെ സുഖിച്ച് ജീവിച്ചവരല്ല, സഹിച്ച് മരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി അവർ സഹനങ്ങൾ ഏറ്റെടുത്തത് ഏത് മനോഭാവത്തോടെയാണ് എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് ഒരുപാട് പ്രചോദനം ലഭിക്കും. അല്ലെങ്കിലും സഹനങ്ങൾ വരുമ്പോൾ ഒരുപാട് പരാതി പറയാതെ അതെടുക്കാനുള്ള ഒരു അഭിഷേകമെങ്കിലും ദൈവം നമുക്ക് തരും. നമുക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ് ജോർജ് ബെർണാഡ് ഷോ. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, സ്വന്തം കഴിവിലൂടെ അല്ലാതെ പ്രശസ്തി ആർജിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് രക്തസാക്ഷിയാകുന്നത്, മാർട്ടിടം. നമുക്കറിയാം, മാർട്ടിടം കൈക്കൊണ്ട ചില വ്യക്തികൾ വലിയ കഴിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ളവരല്ല. പക്ഷെ അവർ രക്തസാക്ഷികളായതിൻ്റെ പേരിൽ തന്നെ അവർ പ്രശസ്തരായിട്ട് മാറി. അതുകൊണ്ടാണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാവുന്ന നന്മകൾ, അതെല്ലാം അതേക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവനാണെങ്കിൽ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും പരാതി പരിഭവം പറഞ്ഞ് അതല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി അകലാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തില്ല. ഇതാണ് സഭാപിതാവ് തെർത്തൂലിയൻ സൂചിപ്പിച്ച ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത്, ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. സഭ വളരാൻ കാരണമായത് രക്തസാക്ഷികളുടെ ചുടുനിണം. അവര് ജീവൻ ഹോമിക്കാൻ, രക്തം ചിന്താൻ തയ്യാറായപ്പോൾ, അവരുടെ വിശ്വാസത്തെ പ്രതി സഹനം ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ അവര് സഭയെ വളർത്തുന്നവരായി മാറി എന്നുള്ളത് സഭാപിതാവ് തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രക്തസാക്ഷിത്വം വരിച്ച സ്തേഫാനോസ്, അവനെ ആളുകൾ ചുറ്റും നിന്ന് കല്ലെറിയുന്നു. അത് കണ്ടുനിന്ന ഒരു വ്യക്തിയാണ് സാവൂൾ. നമുക്കറിയാം, ആ ഒരു വേദിയിൽ ആ സഹനം എടുക്കേണ്ടതുപോലെ എടുക്കുന്നത് കണ്ടപ്പോൾ ആ സമയത്ത് തന്നെ സാവൂളിൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ആരംഭിച്ചു. അവൻ മാനസാന്തരപ്പെട്ട് പൗലോസായി മാറുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു രക്തസാക്ഷിയുടെ രക്തം ചിന്തിയ ഒരു കഥയുണ്ട്. പറയുന്നുണ്ട്, സഹനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുപോലെ എടുക്കുമ്പോൾ അതുമൂലം ഒരുപാട് നന്മ ലോകത്തിന് വരും, മറ്റുള്ളവർക്കുണ്ടാകും എന്നുള്ള ആ യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഒന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കാൻ പോകുന്നത്, ഇസ്രായേൽക്കാർ ഞെരുക്കപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് 1-ാം അധ്യായം 12 മുതൽ വായിച്ചാൽ മതി. അവരെ ഞെരുക്കി ഇല്ലാതാക്കാൻ ഈജിപ്തിലെ രാജാവ് തീരുമാനിച്ചു. അപ്പം അതനുസരിച്ച് ഓർഡർ ഇട്ടു. പക്ഷെ നമ്മൾ കാണുകയാണ്, ഇവരെ ഞെരുക്കാൻ നോക്കിയതനുസരിച്ച് അവർ വളർന്ന് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ വളർന്ന് അല്ലെങ്കിൽ വർദ്ധിച്ചു പെരുകി എന്നാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുക. 2 ദിനവൃത്താന്തം 15:4 വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിന് ദുരിതങ്ങൾ വന്നപ്പോൾ അവർ ദൈവത്തോട് കൂടുതൽ അടുത്തു. സഹനങ്ങൾ നമ്മെ തളർത്തണമെന്നില്ല, വളർത്തുന്നതായിട്ട് മാറാം.
അവർ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്ത് ആത്മീയമായിട്ട് വളർന്നത് അവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ, പ്രതികൂലങ്ങൾ വന്നപ്പോഴാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് വിശുദ്ധരുടെ വിശ്വാസം. ചില വിശുദ്ധർ മുമ്പോട്ടുള്ള എപ്പിസോഡുകളിൽ അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ചും അപ്പസ്തോലന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ കാണും. അവരുടെ വിശ്വാസം, തീക്ഷ്ണത അത് മറ്റുള്ളവരെയും തീക്ഷ്ണമതികളാക്കി മാറ്റി. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ചിതറിക്കപ്പെട്ട ദൈവജനത്തെക്കുറിച്ച് അവിടെ കാണാൻ പറ്റും. അവരുടെ ഇടയിലൂടെ തീക്ഷ്ണമതിയായിട്ട് ഓടി നടന്ന് വചനം പ്രഘോഷിച്ചൊരു വ്യക്തിയാണ് പീലിപ്പോസ്. അതുകൊണ്ട് തന്നെ അവനെ ശ്രവിച്ച, അവനെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് വിശ്വാസത്തിൽ ഒരു ജ്വലനമുണ്ടായി. മാത്രമല്ല, അവരേക മനസ്സോടെ വചനം കേട്ടു. അപ്പോൾ അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരിൽ നിന്നും അശുദ്ധാത്മാക്കൾ അലറി വിളിച്ചോടി. ഇതെല്ലാമാണ് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ നമ്മൾ കാണുക. 2 മക്കബായർ 6-ാം അധ്യായത്തിൽ ഏലയാസർ വിശ്വാസത്തെ പ്രതി ജീവൻ ബലി കഴിക്കാൻ അവൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് പോലും അത് വലിയ പ്രചോദനമായി മാറി. 2 മക്കബായർ 7-ാം അധ്യായത്തിൽ ഒരു വിധവയും 7 മക്കളും അതിദാരുണമായിട്ട് വധിക്കപ്പെട്ടവരാണ്. എന്നിട്ട് പോലും അവർ ആ വിശ്വാസത്തിൽ തുടർന്നപ്പോൾ അനേകർക്ക് അത് പ്രചോദനമായി മാറി. പറയുണ്ട്, നമ്മൾ വിശ്വാസത്തിൽ ജ്വലിച്ച് വിശ്വാസത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ അത് മറ്റുള്ളവരെയും ആത്മീയ ജ്വലനത്തിലേക്ക് നയിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ നെപ്പോമുസീൻ, അതായത് നെബുംസിയാൻ എന്നും പറയും. ഇനി അദ്ദേഹത്തെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ ബന്ധിച്ച് കടലിലേക്ക് എറിയാൻ, കായലിലേക്ക് എറിയാനായിട്ട് ഓർഡർ ഇട്ടതാണ്. ആരും അറിയാതെ അത് ചെയ്യാൻ പറഞ്ഞു. അവരത് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി, ഡെഡ് ബോഡി, ശവശരീരം ആ വെള്ളത്തിൽ പൊങ്ങി വന്നപ്പോൾ ഇവരാരും ഒന്നും ചെയ്യാതെ തന്നെ അതിൻ്റെ ചുറ്റുപാടും ലൈറ്റ് തിരികൾ, കത്തുന്ന തിരികൾ ഉയർന്നു വന്നു. അത് കണ്ട ഈ ആരാച്ചാർ തന്നെ മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഞാനാണിതെല്ലാം ചെയ്തത്. അവിടെ ജനങ്ങൾക്ക് അത് വലിയ വിശ്വാസമുണ്ടായി. അവരെ വിശ്വാസ തീക്ഷ്ണതയിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയുണ്ട്, വിശ്വാസത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇതുപോലെ മറ്റുള്ളവരിലെ വിശ്വാസം ജ്വലിക്കും, അവരിൽ വിശ്വാസം ജനിക്കും എന്നുള്ള കാര്യങ്ങൾ നാം തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് രക്തസാക്ഷികളുടെ ചുടുനിണമാണ് സഭയുടെ ബീജം, സഭ വളരാനുള്ള കാരണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഒക്ടോബർ 21 ഉർസുളായും കൂട്ടരും അവരെ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാം വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായവരാണ്. ഒക്ടോബർ 25 ക്രിസ്പിനും ക്രിസ്പീരിയനും 2 സഹോദരങ്ങളാണ് രക്തസാക്ഷികളായി മാറിയവർ. ഇവരുടെ രക്തസാക്ഷിത്വം ഒരുപാട് വ്യക്തികൾക്ക് വിശ്വാസം പകർന്നു, വിശ്വാസ തീക്ഷ്ണത പകർന്നു. ഇവിടെ നമ്മൾ കർത്താവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി സഹനം ഏറ്റെടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് നന്മകൾ വരും എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി സഹനം തളർത്തണമെന്നില്ല, വളർത്തുകയും ചെയ്യാം എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പ്രതികൂല സാഹചര്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരുപാട് മിഷണറിമാരും വ്യക്തികളും ഒക്കെയുണ്ട്. അവരെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങളും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകര സഹനമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതിരിക്കാനും അത് കണ്ട് പരിഭ്രമിക്കാതിരിക്കാനും ഞങ്ങളെ ആത്മീയ കരുത്തുള്ളവരാക്കണമേ. ശുദ്ധമായ സഹനത്തിലൂടെ ശുദ്ധമായ വിവേകം കൈവരിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും വിശുദ്ധിയിൽ വളരാനും നിത്യമഹത്വം പ്രാപിക്കാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.